ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബിനകത്തൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അത് ആ വീഡിയോയിലുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ് കാര്യങ്ങളെല്ലാം എങ്ങനെ കൊടുക്കണം, ഒരു കംപ്ലീറ്റ് വീഡിയോ അപ്ലോഡ്. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നോട് നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് studio.youtube.com അപ്ലോഡ് ആണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. എൻ്റെ റൈറ്റിൽ ടോപ്പിൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്ലോഡ് വീഡിയോസ്, ഗോ ലൈവ്, ക്രിയേറ്റ് പോസ്റ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. അതിൽ നമ്മൾ ഗോ ലൈവും ക്രിയേറ്റ് പോസ്റ്റിനെ പറ്റി നമുക്ക് ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യുന്നതായിരിക്കും. അതിൽ അപ്ലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരിക. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് എ ഫയൽ എന്ന ഓപ്ഷൻ കൊടുക്കാം. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് എ ഫയൽ എന്ന ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ ഫയൽ എവിടെയാണ് കിടക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് കിടക്കുന്നത്, അവിടെ ചെല്ലുക. ആ വീഡിയോ ഫയലിനകത്ത് ചെന്നിട്ട് ആ വീഡിയോ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഓക്കെ, അതിന് മുമ്പായിട്ട് ആ വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഫയലിൻ്റെ പേര്, ആ വീഡിയോ ഫയലിൻ്റെ പേരും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോൻ്റെ ടൈറ്റിലും ഏകദേശം സെയിം ആക്കി വെച്ചേക്കുക. അതായത് നമുക്ക് വീഡിയോ, അത് SEOൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ സെർച്ചിൽ നമ്മുടെ സെർച്ച് ഇൻഡെക്സ് ചെയ്ത് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആ വീഡിയോൻ്റെ പേരും നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിലും സെയിം ആക്കി വയ്ക്കുക. ഓക്കെ, ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടൈറ്റിൽ ബൈ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കുറച്ച് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിനകത്ത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനലിൻ്റെ ഡീഫോൾട്ട്സിനകത്ത് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഓൾറെഡി ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ടൈറ്റിലത് നമുക്കത് മാറ്റാവുന്നതാണ്. നമുക്ക് മാറ്റി നമുക്ക് അതിൽ കാണാൻ പറ്റും. നമുക്ക് 100 ക്യാരക്ടേഴ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ ഇപ്പോൾ ഉള്ള ടൈറ്റിൽ മാറ്റിയതിന് ശേഷം നമുക്ക് പുതിയൊരു ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ, ഓക്കെ, 100 ക്യാരക്ടേഴ്സിനുള്ള ഒരു സെയിം ടൈറ്റിൽ, ആ സെയിം ടൈറ്റിൽ ഒരു ടൈറ്റിൽ കൊടുത്തു. ആ സെയിം ടൈറ്റിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും ഒരു പ്രാവശ്യം ആഡ് ചെയ്യാം. ഓക്കെ, അത് SEOൻ്റെ ഒരു ഭാഗമാണ്. SEOനകത്ത് വീഡിയോ ഡിസ്ക്രിപ്ഷനകത്തും നമ്മുടെ ടൈറ്റിലിനകത്തും വീഡിയോ ഡിസ്ക്രിപ്ഷനകത്തും സെയിം വീഡിയോ തന്നെ ആഡ് ചെയ്യുക. എങ്ങനെയാണ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എടുക്കുക വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് കയറി അത് കണ്ടു നോക്കുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തും നമ്മുടെ ഐ ബട്ടണത്തും കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കുറച്ച് ഈ വീഡിയോനെ പറ്റിയുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഫർമേഷൻ, എന്താണ് ഈ വീഡിയോനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കവർ ചെയ്തേക്കുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അത് ഞാൻ ഇങ്ങനൊരു ചെറിയ ഇൻട്രോ പോലെയായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഫർമേഷനായിട്ട് കൊടുക്കുക. പിന്നെ ബാലൻസ് ഉള്ളത് നമ്മുടെ ചാനലിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കുക, ഹാഷ്ടാഗ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുക. അതിനുശേഷം അപ്ലോഡ് തമ്പനെയിൽ എന്നൊരു ഓപ്ഷനാണ്. ഓക്കെ, ഞാൻ ഒരു തമ്പനെയിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് തമ്പനെയിൽ എന്ന ഓപ്ഷനിൽ കൂടെ ആ തമ്പനെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ അവിടെ കാണാൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടിയിൽ തന്നെയുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേലിസ്റ്റ്, നമ്മൾ അതായത് യൂട്യൂബ് സപ്പോർട്ടിൻ്റെ സംബന്ധമായിട്ടും അല്ലെങ്കിൽ മലയാളം യൂട്യൂബ് സപ്പോർട്ട് വീഡിയോ, അതാണ് 2 പ്ലേലിസ്റ്റും സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ 2 ഓപ്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്ഡ് ഫോർ കിഡ് ആണോ, ഏജ് റിസ്ട്രിക്റ്റഡ് വീഡിയോ ആണോ, അതായത് ഈ വീഡിയോസ് കിഡ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എബവ് 18 ഉള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് ആണോ എന്നുള്ള 2 കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നോ, ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് കൊടുത്തു. അതും ഞാൻ ഓൾറെഡി ചാനൽ ഡീഫോൾട്ട്സിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ടടി തന്നെ ഏജ് റിസ്ട്രിക്റ്റഡ്, അതിനകത്തും നോ ഡിഡിൻ റെസ്ട്രിക്റ്റ് മൈ വീഡിയോ. അതായത് ഞാൻ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങൾ പറയുന്നില്ല, ഏജ് റിസ്ട്രിക്ഷൻ പറയുന്നില്ല, ആർക്കും വേണമെങ്കിൽ കാണാവുന്നൊരു വീഡിയോ ആണ് എന്നൊരു കാറ്റഗറി. ഓക്കെ, അതിന് തൊട്ടടി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെയ്ഡ് പ്രൊമോഷൻ. ഞാൻ എൻ്റെ വീഡിയോനകത്ത് എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഓപ്ഷനാണ് ഇത് വരുന്നത്. പെയ്ഡ് പ്രൊമോഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതൊരു ഓപ്ഷൻ ടാക്സ് ആണ്. ഈ ടാക്സിനകത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 500 ക്യാരക്ടറായിട്ടും ടാക്സിനകത്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് നമുക്ക് മാക്സിമം 15 ടാഗിൽ കൂടുതൽ കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം 15 ടാഗിൽ കൂടുതൽ കൊടുക്കാണ്ടിരിക്കുക. ഒരു 15 ടാഗിൽ 15 അതിൽ താഴെ കൊടുക്കുക. മാക്സിമം ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 500 ലെറ്ററിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ടൈറ്റിലും കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമുക്ക് 500 ലെറ്ററാണ് കൊടുക്കാൻ പറ്റും. ടാക്സിൻ്റെ എണ്ണം അത് വളരെ ശ്രദ്ധിക്കേണ്ട കേസ്. ടാക്സിൻ്റെ എണ്ണം മാക്സിമം 15 കൂടുതൽ പോകാണ്ട് നോക്കുക. ഓക്കെ, അടിയിലത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് സബ് ടൈറ്റിലാണ്. ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുക.
ഓക്കെ, മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് ചേഞ്ച് വേറെ ലാംഗ്വേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്താവുന്നതാണ്. തൊട്ടടുത്തുള്ള റെക്കോർഡിംഗ് ഡേറ്റ്. ഓക്കെ, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഡേറ്റ് തന്നെ, അതായത് ഏപ്രിൽ 3 ഇന്നത്തെ ഡേറ്റിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് ഡേറ്റും സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈസൻസ് അത് ഡീറ്റെയിൽസ് കൊടുക്കുക. എംബഡഡ്, അതായത് നമ്മൾ വെബ്സൈറ്റിനകത്ത് കാര്യങ്ങളിലെല്ലാം നമ്മുടെ വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എംബഡഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് പബ്ലിഷ് സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകണോ വേണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അത് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ കാറ്റഗറി നമ്മുടെ ഏത് വീഡിയോ, ഇത് എഡ്യൂക്കേഷൻ വീഡിയോസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും കാറ്റഗറിയാണ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാറ്റഗറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നിൽ ഹൗ ടു സ്റ്റൈലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റിൻ്റെ റേറ്റിംഗ്, അത് കമൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്യണം, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കമൻറ്റ് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ. തൊട്ടടുത്ത് തന്നെ വേറെ ഓപ്ഷൻ വരുന്നുണ്ട്, ഹൗ മെനി ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഡിസ്ലൈക്കും കാര്യങ്ങളും നമ്മുടെ വീഡിയോൻ്റെ തൊട്ടലി കാണാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോണിറ്റൈസേഷൻ ആണ്. മോണിറ്റൈസേഷൻ ഓൺ ചെയ്യുക. മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ആഡ്സ് ആണ് വരേണ്ടത് എന്നുള്ളത്, ഡിസ്പ്ലേ ആഡ്സ് വേണോ, ഓവറോൾ ആഡ് വേണം, സ്കിപ്പബിൾ നോൺ സ്കിപ്പബിൾ വേണം, എന്തൊക്കെ ആഡ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്യൂറിങ് ദിസ് വീഡിയോ മിഡ് റോൾ ആഡ്സ്, അതായത് 8 മിനിറ്റോ അതിന് മേലുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് റോൾ ആഡ് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 8 മിനിറ്റോ അതിൽ മേലെയുള്ള വീഡിയോ വേണം. അപ്പോൾ ഇപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് ചെറിയ വീഡിയോ ആണ്, അതിനകത്ത് അതില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ എലമെൻറ്റ്സ്. ഓക്കെ, വീഡിയോ എലമെൻറ്റ്സിനകത്ത് നമുക്ക് എൻ സ്ക്രീനും കൊടുക്കാവുന്നതാണ്, കാർഡ്സും കൊടുക്കാവുന്നതാണ്. ഓക്കെ, എൻ സ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും അവസാനം വരുന്ന, അത് വീഡിയോ എൻഡ് ആവുന്നതിന് മുമ്പ് 10 സെക്കൻഡ് 20 സെക്കൻഡ് മുമ്പ് നമുക്ക് വരുന്ന സ്ക്രീനാണ് എൻ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊരു ഓട്ടോമാറ്റിക് ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന സ്ക്രീനാണ് സെലക്ട് ചെയ്ത് ഒരു വീഡിയോയും ഒരു പ്ലേലിസ്റ്റും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ എലമെൻറ്റ് ലെഫ്റ്റിൽ ടോപ്പിൽ എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ തന്നെ ഒരു പഴയ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വീഡിയോ എലമെൻറ്റിനകത്ത്. അതിന് തൊട്ടടിയിൽ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലേലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്ലേലിസ്റ്റും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് സെലക്ട് സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഏത് പ്ലേലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഏത് വീഡിയോ വേണമെങ്കിലും മാറ്റി കൊടുക്കാവുന്നതാണ്. അത് ബൈ ഡിഫോൾട്ടായിട്ട് കുറച്ച് എലമെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ ടോപ്പിൽ എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യാം. സെറ്റിംഗ്സ് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ ആ സെയിം വീഡിയോ എലമെൻറ്റ്സുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അതിന് തൊട്ടടി തന്നെ നിങ്ങൾക്ക് ഓപ്ഷനാണ് കാർഡ്സ്. ഓക്കെ, ഈ കാർഡ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഐ ബട്ടൺ, അതായത് നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിൽ ഐ ബട്ടൺ കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോൻ്റെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയിൽ പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ, നമ്മുടെ ചാനലിനകത്തുള്ള ഏതെങ്കിലും പഴയ വീഡിയോസോ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ആ വീഡിയോ സെലക്ട് ചെയ്ത് ശേഷം ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഈ സെയിം കാർഡ്സ് എന്ന ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ച് വരുന്നതായിരിക്കും. ഓക്കെ, നെറ്റ് ചെറിയ സ്ലോ ആണ്, അതിന് ടൈമിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് പർട്ടിക്കുലർ ടൈമിൽ വീഡിയോ കാർഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ടൈമിംഗ് കാണാൻ പറ്റും. ഏത് പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലാണ് ഈ കാർഡ് നമ്മുടെ അല്ലെങ്കിൽ ഐ ബട്ടൺ നമ്മുടെ വീഡിയോസിനകത്ത് വരേണ്ടത്. ഓക്കെ, അതാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് 2 മിനിറ്റിൽ വരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2ൻ്റെ അവിടെ ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഓക്കെ, റൈറ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് സേവ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ്. ആ ബട്ടണിൽ എഴുതി കാണിക്കേണ്ട കാര്യങ്ങൾ മാറ്റാവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യുക. റെക്കറായിട്ട് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീഡിയോ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് അടിക്കുക, അല്ലെങ്കിൽ ചെക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആ ചെക്ക് എന്നുള്ള ഓപ്ഷൻ മതി. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ചെക്ക് എന്നുള്ള ഓപ്ഷനിൽ തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇൻഫർമേഷനോ കോപ്പിറൈറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയ്ക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ സ്യൂട്ടബിലിറ്റി, അത് വീഡിയോസ് നിങ്ങൾ ഇടുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് വരുമോ, കാര്യങ്ങളെല്ലാം അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനത്തെ ടൈപ്പ്, അതായത് ഗ്രീൻ ആഡ് ആയിരിക്കുമോ അതല്ലെങ്കിൽ ലിമിറ്റഡ് ആഡ് ആയിരിക്കുമോ, കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ഇൻഫോം ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രീൻ ടെക്ക് മാർക്ക് ആണെങ്കിൽ ഓക്കെ, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അർത്ഥം. ഇത് ചെക്ക് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും, അപ്രോക്സിമേറ്റ് ടൈം കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിഷ് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആ പബ്ലിഷ് ചെയ്യുന്നത് സേവ് ചെയ്യണോ, പ്രൈവറ്റ് ആക്കി വേണോ, അൺലിസ്റ്റഡ് വേണോ, പബ്ലിക് വേണോ, സ്കെഡ്യൂൾ വേണോ എന്നുള്ള 3-4 ഓപ്ഷനാണ് വരുന്നത്.
അതിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് ആസ് പ്രൈവറ്റ്. നമുക്ക് വീഡിയോ പ്രൈവറ്റ് ആക്കി വയ്ക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് വേറെ ആൾക്കാരായിട്ട് പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോ നമുക്ക് വേറെ ആൾക്കാരായിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അൺലിസ്റ്റഡ് എന്ന ഓപ്ഷനാണ്. അൺലിസ്റ്റഡ് എന്ന ഓപ്ഷനകത്ത് നമ്മൾ ലിങ്ക് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ പബ്ലിക്, നാലാമത്തെ സ്കെഡ്യൂൾ. പബ്ലിക് എന്ന ഓപ്ഷൻ പബ്ലിക്കായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്കെഡ്യൂൾ അപ്പോൾ തന്നെ പബ്ലിഷ് ആവും. സ്കെഡ്യൂൾ എന്ന ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഡേറ്റിൽ ഏതെങ്കിലും ടൈമിൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി 6-ാം തീയതി ഏതെങ്കിലും പർട്ടിക്കുലർ ഡേറ്റിൽ ഇന്ന പർട്ടിക്കുലർ ടൈമിൽ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് സ്കെഡ്യൂൾ. ആ പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ഏത് പർട്ടിക്കുലർ ഡേറ്റിൽ വേണം ടൈം വേണമെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കാണാം. വീഡിയോ ഡാഷ്ബോർഡിനകത്ത് വീഡിയോയുടെ ഡാഷ്ബോർഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റുക. സ്കെഡ്യൂൾ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആണോ, റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ, അതായത് കോപ്പിറൈറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ ചെക്കിംഗ് ആണ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ചെക്കിംഗ് കംപ്ലീറ്റ് ആവേണ്ട കുറച്ച് നേരം എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെയുള്ള നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.